السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിയോ ഫാഷിസം, ആഗോള മാധ്യമങ്ങൾ തീവ്ര വലതുപക്ഷത്തെ പിന്താങ്ങുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. സർക്കാരിന്റെ സമവാക്യങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം: ഇടതുപക്ഷം, വലതുപക്ഷം. ഇടതുപക്ഷം എന്ന് പറയുന്നത് തൊഴിൽ ചെയ്യുന്ന ആളുകളെയും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളെയും പ്രചോദിപ്പിക്കാനും അവർക്ക് പിന്തുണ നൽകുന്ന ഒരു പാർട്ടിയുമാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത്. ആഗോളതലത്തിൽ മൊത്തമായി ഇത് ഉത്ഭവിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. മറ്റൊന്നാണ് വലതുപക്ഷം. വലതുപക്ഷം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം, മുതലാളിത്ത രീതിയിലുള്ള ആശയങ്ങളെ പിന്തുണക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളാണ് വലതുപക്ഷം എന്ന് പറയുന്നത്. റഷ്യയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. പക്ഷെങ്കിൽ ഫ്രാൻസ്, അമേരിക്ക പോലത്തതൊക്കെ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്. ചൈനയിലും ഇടതുപക്ഷവുമുണ്ട്, വലതുപക്ഷവുമുണ്ട്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഫാഷിസം പണ്ട് മുതൽക്കേ ഉണ്ട്. ഫാഷിസം എന്ന് പറയുന്നത് വലതുപക്ഷത്തിന്റെ തീവ്രമായ ആശയമാണ്. ഫാഷിസം എന്ന് പറയുന്നത് ആ ഫാഷിസത്തിന്റെ മറ്റൊരു വേർഷൻ കാലം കഴിയുന്നതിനനുസരിച്ച് അവർ പ്രചോദിപ്പിച്ച് അവരുടെ ആശയങ്ങൾ ഉത്തേജിച്ചു വരികയാണ്. അതിനെയാണ് ന്യൂ ഫാഷിസം അല്ലെങ്കിൽ നിയോ ഫാഷിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ നിയോ ഫാഷിസത്തിനെ കുറിച്ചാണ്, ആ നിയോ ഫാഷിസത്തിന്റെ ആശയങ്ങളെ അവർ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഫാഷിസ രീതിയിലുള്ള അക്രമങ്ങളും അനീതിയും ആഗോള മാധ്യമങ്ങൾ കണ്ണു ചിമ്മിക്കൊണ്ട് വലതുപക്ഷത്തെ പിന്താങ്ങുന്നു എന്നുള്ളതാണ് വാസ്തവം. മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരുടെ സാമ്പത്തികവും, നമ്മൾ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങൾക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുണ്ടാകും. ഏതൊരു മാധ്യമത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുണ്ടാകും. യഥാർത്ഥ മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുൻപിൽ നീതി നടപ്പാക്കുക, സത്യം തുറന്നു പറയുക എന്നുള്ളതാണ്. എന്നാൽ ആരാണോ ഈ മാധ്യമങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നത്, അവർക്ക് അനുകൂലമായി മറ്റു വാർത്തകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് മറച്ചു വെച്ച് അത് അനുകൂലമായി സർക്കാരിനോ ഏത് പക്ഷത്തിനെയാണോ അവർ അനുകൂലിക്കുന്നത് ആ പക്ഷത്തിന് അനുകൂലമായി വാദിക്കുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ മിഡിൽ അമേരിക്ക, ലാറ്റിൻ അമേരിക്ക പോലത്തെ സ്ഥലങ്ങളിലെ വംശീയത്വം നടക്കുന്നുണ്ട്, വർഗീയത നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതൊരിക്കലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് ഭീതി പരത്തുകയാണ് ചെയ്യുന്നത്. അതായത് ആ വംശീയത്തേക്ക് അവർ സർക്കാർ ചെയ്യുന്ന കൊലകൾക്ക് അനുകൂലമായാണ് മാധ്യമങ്ങൾ എന്താക്കുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളിലേക്ക്. ഇപ്പോ ഈ അടുത്ത് നടന്ന ഒരു പ്രശ്നമാണല്ലോ അസമിൽ നിന്നുള്ള ഒരുപാട് ആളുകളെ തടങ്കലിലേക്ക് മാറ്റിയെന്നുള്ളത്. എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങൾ 1-2 ദിവസം ഇത് റിപ്പോർട്ട് ചെയ്ത് കണ്ണടക്കുകയാണ്. എന്നാൽ ആസമിൽ തടവിലാക്കപ്പെട്ട ആ തടവുകാർക്ക് മുഴുവനും ആധാർ കാർഡും അവരുടെ രേഖകളും മൊത്തം ഉണ്ടായിട്ടും അവർ വിദേശികളാണ്, അവർ അന്യരാണ് എന്നൊക്കെ പറഞ്ഞ് വംശഹത്യ പോലോത്ത അവരെ തടങ്കലിലാക്കി അവരുടെ തീവ്ര വലതുപക്ഷ ആശയത്തെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ മാധ്യമങ്ങൾ കണ്ണടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. വർഗീയത, അതേപോലെ തന്നെ വിദ്വേഷ പ്രചരണം, ഇതൊക്കെ തീവ്രമായ പ്രശ്നങ്ങളാണ്. ഈ ആഗോള മാധ്യമങ്ങളെ വലതുപക്ഷത്തെ പിന്താങ്ങാനുള്ള പ്രധാന കാരണം മാധ്യമങ്ങളുടെ ധ്രുവീകരണം. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏറ്റവും വലിയ ആയുധമായി മാറിയിരിക്കുകയാണ് മാധ്യമം എന്ന് പറയുന്നത്. മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് അവരുടെ ആശയങ്ങൾ എത്തിക്കാൻ എളുപ്പമാണ്. ഇന്ന് മാധ്യമങ്ങളിലെ ഒരു ഘടകം മാത്രമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പോലത്തതിലൂടെ അവർക്ക് സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻ തുറന്നടിച്ചു പറഞ്ഞ് ജനങ്ങളിലേക്ക് ഭീതി പരത്താനും ഒന്നും അറിയാത്ത ആളുകളിലേക്ക് എന്താണ് ഫാഷിസം എന്ന് അവരുടെ ജനങ്ങളിലേക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് വാർത്തകൾ എത്തിക്കാൻ ഈ സോഷ്യൽ മീഡിയ അവർ ഉപയോഗിക്കുന്നു. ഈ
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ തൂലികകളും വാക്കുകളും ആഗോള മാധ്യമങ്ങൾക്കെതിരെ ആഗോള മാധ്യമങ്ങള് ഫാഷിസത്തിനെതിരെ നീങ്ങുന്നതിന് പകരം അവർ നീതി നടപ്പാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.